ആ ഇൽമുണ്ടാകുമ്പോ അള്ളാഹുവിന് വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം, ജനങ്ങൾക്കത് അറിയിച്ചു കൊടുക്കണം, ആളുകളെ ദീനിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണം. എന്തെന്നില്ലാത്തൊരാഗ്രഹം വരും, എന്തെന്നില്ലാത്തൊരാഗ്രഹം, ദഅവത്ത് ചെയ്യാനുള്ള ആഗ്രഹം വരും. എന്റെ മക്കളിൽ ഏതെങ്കിലും ഒരു മോനെങ്കിലും ഒരു ഹാഫിളാവണമെന്ന കൊതി വരും. അപ്പോ എന്റെ മക്കളിൽ ഏതെങ്കിലും ഒരാൾ ഒരു ആലിമാവണം, പണ്ഡിതനാവണം, എഞ്ചിനീയറും അതുപോലെ തന്നെ ഡോക്ടറും ഒക്കെ ആയിക്കോട്ടെ, ഒരു മോനെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യാനും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇമാമത്ത് നിൽക്കാനും കഴിവുള്ള ഒരു നല്ല മോൻ എനിക്ക് വേണം. എന്റെ എല്ലാ മക്കളും പഠിക്കണം, ഒരു മോനെങ്കിലും ദീൻ വിദ്യാഭ്യാസം കൂടുതൽ പഠിക്കണം. ഒരാഗ്രഹം. അള്ളാഹുല്ലേ മക്കളെ തരുന്നത്, കൊതിച്ചോളൂ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തരട്ടെ, നമ്മുടെ മക്കളിൽ കൺകുളിർമ അല്ലാഹു നൽകട്ടെ. അതുകൊണ്ടാണ് സ്വഹാബികളിൽ മഹാനായ അബൂ അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻ ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ഹബീബായ നബി തങ്ങൾ കടന്നു വന്നപ്പോഴാണ് ഹബീബിനെ സ്വീകരിക്കാൻ പാട്ടുപാടിയത്. മഹാന്മാരായ സ്വഹാബിമാർ അൻസ്വാരികൾ ഹബീബിനെ സ്വീകരിക്കാൻ പാട്ടുപാടിയല്ലോ. സ്വീകരിക്കാൻ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഹബീബ് ജന്മം കൊണ്ട ഈ മാസത്തിൽ ഹബീബായ നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് കുട്ടികൾ പാട്ടുപാടുന്നുണ്ട്, മൗലീദ് പാരായണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ലയോ? ഹബീബായ നബി തങ്ങൾ അവിടത്തെ പാട്ടുപാടി സ്വീകരിച്ച സ്വഹാബത്തിനോട് എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളത് ചെയ്യല്ല, ഇത് തെറ്റാണെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ദഫ്മുട്ടി ഹബീബിനെ സ്വീകരിച്ചുവല്ലോ. ആ നേരത്ത് അൻസ്വാരികൾ ചെയ്ത ഈ പണി ഇഷ്ടപ്പെടുന്നത് ഈമാനിന്റെ അടയാളമാണെന്നും അൻസ്വാരികളോട് ദേഷ്യം വെക്കുന്നത് കാപട്യത്തിന്റെ അടയാളമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ടുപാടി സ്വീകരിച്ചപ്പോ ഓരോ സ്വഹാബിയും പറഞ്ഞുവല്ലോ, ഇൻസിൽ ഇൻദന ബിത്തല്ലൈലത ഇൻദന നബിയേ, എന്റെ താമസിക്കണം നബിയെ, ഇന്നത്തെ രാവ് അങ്ങ് എന്റെ വീട്ടിൽ വരണം നബിയെ, ഇന്ന് താമസിക്കേണ്ടത് എന്റെ വീട്ടിലാവണം. മദീനക്കാർ ഓരോരുത്തരും ഹബീബിനെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഹബീബിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബിമാർ, അവരിലുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു, നിങ്ങൾ വിട്ടേക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഹബീബ് താമസിക്കുക. ഫഇന്നഹാ മഅ്മൂറ, അല്ലാഹുവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒട്ടകമാണിത്, വിട്ടേക്കണം. ആ ഒട്ടകം ഏതൊരു സ്വഹാബിയുടെ വീടിന്റെ മുന്നിലാണോ മുട്ടുകുത്തിയത്, മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു 80 വയസ്സ് കഴിഞ്ഞ സമയത്ത് പോലും അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും ദീനിന്റെ വെളിച്ചം മദീനയിൽ കൊണ്ടുവന്ന ഹബീബിൽ നിന്നും സ്വീകരിച്ച വെളിച്ചം യൂറോപ്പിലേക്ക് കൊണ്ടുപോയ സ്വഹാബിയാണ് മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. 80 വയസ്സ് കഴിഞ്ഞ മഹാൻ തുർക്കിയിലേക്ക് എത്തുമ്പോഴാണ്, തുർക്കിയുടെ ബോർഡറിലേക്ക് എത്തുമ്പോഴാണ് രോഗബാധിതനാകുന്നത്. തുർക്കിയുടെ ബോർഡറിലെത്തുമ്പോ സ്വഹാബിമാർ പറഞ്ഞു, അബൂ അയ്യൂബ് നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകുന്നോ? ഇല്ല സ്വഹാബ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, എന്റെ സ്വഹാബിമാരിൽ ഒരാൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വാതിൽക്കൽ വന്ന് വഫാത്താകുമെന്ന് പറഞ്ഞിട്ടില്ലേ? ലഅല്ലഹാ, ആ ഹബീബ് പറഞ്ഞ വാക്ക് എന്നെ സംബന്ധിച്ചാകാം, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല, യാത്ര മുന്നോട്ട് പോകുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ തുർക്കിയുടെ പേരാണത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പരിസര ഭാഗത്തെത്തുമ്പോഴാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. മദീനയിൽ തന്റെ വീട്ടിലാണ് ഹബീബായ നബി തങ്ങൾ അന്ന് ഇറങ്ങിയത്. ആ സ്വഹാബി ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് തുർക്കിയുടെ ബോർഡറിലാണ്. എന്താണ് ഈ ത്യാഗം? 80 കഴിഞ്ഞപ്പോഴാണ് പോയത്. അല്ലാഹുവിന് വേണ്ടിയുള്ള യാത്രയാണത്. മദീനയിൽ കൊണ്ടുവന്ന വെളിച്ചം ലോകത്തിന് കൊടുക്കാൻ ചെയ്ത ത്യാഗം.
ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയത്തുകളിൽ ഉമ്മു ഹറാം റളിയല്ലാഹു തആല അൻഹ ഹബീബിനോട് കൂടെ ഒരുപാട് ത്യാഗങ്ങളിൽ സംബന്ധിച്ചവരാണ്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സ്വഹാബിമാർ കപ്പൽ കയറിയിട്ട്, എന്റെ സ്വഹാബിമാർ കടൽ കയറിയിട്ട് ഈ ദീനിന്റെ പ്രചാരണവുമായി കടൽ കയറി പോകും. കടലിന്റെ ഓളങ്ങൾ താണ്ടി എന്റെ സ്വഹാബിമാർ ദീനിന്റെ വെളിച്ചം കൊണ്ടു കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോ മഹദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദുഅല്ലാഹ അയ്യജഅലനി മിൻഹും. നബിയേ, ആ പോകുന്ന യാത്രാ സംഘത്തിൽ ഞാനുണ്ടാവാ നബിയേ, അങ്ങൊന്ന് ദുആ ഇറക്കണം. വഅൻസി മിൻഹും, നിങ്ങൾ ആ സംഘത്തിലുണ്ട്. നബി തങ്ങളെ പറഞ്ഞ് 30-ലേറെ കൊല്ലം കഴിഞ്ഞിട്ടാണ്, 30ഓളം കൊല്ലമാകാനിരിക്കുന്നു. ഖിലാഫത്തുർ റാഷിദയുടെ അവസാന കാലഘട്ടങ്ങളിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കപ്പൽ കയറി പോകുമ്പോ അവരെ ശുശ്രൂഷിക്കാൻ സ്വഹാബത്തിന്റെ കൂടെ ജിഹാദിന് പോകുന്ന, ധർമ്മസമരത്തിന് പോകുന്ന സ്വഹാബത്തിന് ഒരു കൈത്താങ്ങാവാൻ ഉമ്മു ഹറാം ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. നബി തങ്ങൾ പറഞ്ഞു ഇനി ഒരിക്കലൂടെ ആ യാത്രക്ക് ശേഷം വീണ്ടും ഒരിക്കലൂടെ ഒരു സംഭവം നടക്കും. ഇതുപോലെ ഒരു യാത്ര നടക്കും. ആ യാത്രയിൽ നബിയെ എനിക്കുണ്ടാവാൻ കൊതിയുണ്ട്, നബിയെ കൊതിയുണ്ട്. അങ്ങ് ദുആ ഇറക്കണേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം അങ്ങനെ അങ്ങ് സാധിപ്പിച്ചില്ല. തങ്ങൾ അങ്ങനെ അങ്ങ് സമ്മതിച്ചില്ല. അതിൽ തിരിച്ചു വരാൻ ഭാഗ്യമുണ്ടാവണമെന്നാണ് ആഗ്രഹിച്ചത്. ഉമ്മു ഹറാമേ, നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ആ രണ്ടാമത്തെ യാത്രയിൽ പോയി ഇന്നത്തെ സൈപ്രസിൽ അന്തിയിറങ്ങുന്ന മഹദിയാണ്. ഇന്നവിടത്തെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമാണ് സൈപ്രസിൽ അന്തിയിറങ്ങുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ മധ്യത്തിൽ. സൈപ്രസ് അങ്ങ് കടന്നാൽ പിന്നെ ജർമ്മനിയാണ്, ഇറ്റലി, ഫ്രാൻസായി, യൂറോപ്പായി. മെഡിറ്ററേനിയൻ കടലിന്റെ ഏകദേശം മധ്യഭാഗത്ത് കിടക്കുന്ന സൈപ്രസിൽ, ഖുബ്റുസ് എന്ന അറബിയിൽ പറയുന്ന നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഒരുപാട് കറാമത്തുകൾ കണ്ടിട്ടുള്ള മഹദിയാണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. ഒരു പെണ്ണല്ലേ ആ മഹദി തന്റെ ഉന്നത ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ കണ്ടതിന്റെ പേരിൽ തന്റെ കുടുംബം എവിടെയുണ്ട്, തന്റെ മക്കളുണ്ട് നാട്ടിൽ. എന്നാലും പ്രായം പോലും വകവെക്കാതെ വാർദ്ധക്യ സമയത്താണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ എന്തെങ്കിലും അള്ളാഹുവിന് കൊടുക്കണമെന്ന് പറഞ്ഞ് യാത്ര ചെയ്തത്. അവരിന്ന് കിടക്കുന്നത് സൈപ്രസിലാണ്. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഹബീബിന് വേണ്ടി വാങ്ങി വിളിച്ച ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. ഫസമിഅതു ഖശ്ഫതൻ, ഞാൻ ചില കാലൊച്ചകൾ കേട്ടു. ബിലാലേ, നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ബിലാലേ, ബിമ സബഖ്തനി യാ ബിലാൽ, ബിലാലേ, നിങ്ങൾ എന്റെ മുമ്പ് സ്വർഗ്ഗത്തിലെത്തിയല്ലോ എന്ന് ഹബീബായ റസൂലുള്ളാഹ്. ആ ബിലാൽ ഇബ്നു റബാഹ് എന്നവർ മദീനയിൽ നിന്ന് 1000-ലേറെ കിലോമീറ്റർ അപ്പുറത്ത് ഇന്നത്തെ ഷാമിലാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അന്ത്യവിഷമം കൊള്ളുന്നത്. മദീനയിലല്ല, ഒരുപാട് ദൂരെയാണ്, ഷാമിലാണ്. മഹാനായ ഉഖ്ബത്ത് ബിൻ നാഫിഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ഈ ദീനിന്റെ വെളിച്ചവും ദീനിന്റെ പ്രഭയും ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ യാത്ര പോയ മഹാനായ ഉഖ്ബത്ത് ബിൻ നാഫിഅ റളിയല്ലാഹു അൻഹു അന്ത്യവിഷമം കൊള്ളുന്നത് ആഫ്രിക്കയുടെ അങ്ങേയറ്റത്താണ്. മഹാനായ ഉഖ്ബ റളിയല്ലാഹു അൻഹു, അവരിലൂടെയാണ് ചൈനയിലേക്ക് ഇസ്ലാമിന്റെ പ്രഭ കടക്കുന്നത്. അവരിലൂടെയാണ് ഇന്ത്യ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രഭ കടക്കുന്നത്. ആ മഹാനായ സ്വഹാബിന്റെ അന്ത്യവിഷമം കൊള്ളുന്നത് ആഫ്രിക്കയുടെ അങ്ങേയറ്റത്ത് ഉഖ്ബത്ത് ബിൻ നാഫിഅ റളിയല്ലാഹു തആല. ഈ ഉന്നതമായ മാതൃകകൾ ഉത്തമ സമൂഹത്തിന്റെ മുൻഗാമികളിൽ നമുക്ക് അല്ലാഹു തആല തന്ന മാതൃകകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഈ രീതിയിൽ ഏറ്റവും ഉന്നതമായ സേവനം ഈ ദീനിന് ചെയ്യണം എന്ന് ആഗ്രഹിച്ചവരാണ്. നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഈ കൊതിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു? അള്ളാഹുവിന് വേണ്ടി എന്ത് നമ്മൾ ചെയ്യുന്നു? അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മള് ജുല്ലു ഹമ്മിന, നമ്മുടെ ആകെയുള്ള ലക്ഷ്യം തിന്നുക, കുടിക്കുക, ഉറങ്ങുക തന്നെ. അതിനപ്പുറത്തെ പേര് ഇസ്മ, പെൺകുട്ടികൾക്ക് പേരിടാൻ പറ്റിയ നല്ലൊരു പേര് ഇസ്മത്തുദ്ദീൻ, ഇസ്മ എന്നാണ് പേര്. മഹദി ഇസ്മ ബീവി റളിയല്ലാഹു അൻഹ മഹ്മൂദ് നൂറുദ്ദീൻ സംഖിയുടെ ഭാര്യയാണ്. അന്ന് രാത്രി അവര് രാജ്ഞി എന്ന് പറയാം. അന്ന് രാത്രി മഹദി റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ച് എഴുന്നേൽക്കുന്നു. കൊട്ടാരത്തിലാകെ എന്തെന്നില്ലാത്ത ബഹളം.
ചോദിച്ചു, എന്താണ് ഇസ്മാ ബീവി, എന്ത് പറ്റി നിങ്ങൾക്ക്? അച്ചാബക്കിന്റെ മോൾ ഇസ്മാ ഖാത്തൂൻ, ഇസ്മത്തുദ്ദീൻ ഖാത്തൂൻ എന്നാണ് അവരുടെ പേര്. എന്തെന്നില്ലാത്ത ദേഷ്യപ്പെടൽ. എന്താണ് ചോദിച്ചപ്പോ, ഫാതനി ബിർദു ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ നിങ്ങൾ ആരും എന്നെ വിളിച്ചുണർത്താതിരുന്നത്? സുബ്ഹിയാവാൻ നേരമായല്ലോ എന്നും ഞാൻ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന പാതിരാ നിസ്കാരം, തഹജ്ജുദ്, ഖിയാമുൽ ലൈലൊക്കെ എനിക്കിന്ന് നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനമില്ല എന്ന് പറയുകയും ദേഷ്യപ്പെടുകയും ഈജിപ്ത് ഫലസ്തീനിന്റെ ഭാഗങ്ങളിലൊക്കെയും റമളാനിനൊക്കെ അത്താഴത്തിന് വിളിക്കാൻ നഗാര കൊട്ടി നടക്കുന്ന പോലെ അന്ന് തഹജ്ജുദിന് വേണ്ടി ആളുകൾ, ഒരു സംഘം ആളുകളോട് ചെണ്ട കൊട്ടി നടക്കാൻ ഉത്തരവിട്ടു മഹദി ഉസ്മാ റളിയല്ലാഹു അൻഹു. എന്തിനാണെന്നറിയോ? തഹജ്ജുദ് വേണ്ടവർ നിസ്കരിക്കാൻ എഴുന്നേറ്റോട്ടെ. പിന്നെ ഉറക്കിൽപ്പെട്ടവർക്ക് എന്ത് മുട്ടിയാലും അറിയില്ലല്ലോ. നിസ്കരിക്കാൻ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് കൊള്ളട്ടെ. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായി, അല്ലാഹുവിന് വേണ്ടി പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായി മാറാൻ വേണ്ടി ഫലസ്തീനിലൂടെ റമളാനിലോ മറ്റോ അത്താഴത്തിന് എഴുന്നേൽപ്പിക്കാൻ ആളുകൾ നഗാരമുട്ടുന്ന പോലെ അന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ ചെണ്ടമുട്ടി നടക്കാൻ വിജ്ഞാപനം കൊടുത്ത മഹദിയാണ് നൂറുദ്ദീൻ സംഘിയുടെ ഭാര്യ ഇസ്മാ ബിവി റളിയല്ലാഹു അൻഹ. എന്തൊരു മഹദിയായ പെണ്ണല്ലേ! ആ മഹദിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് നൂറുദ്ദീൻ മഹ്മൂദ് സംഘി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവരെ കല്യാണം കഴിച്ചത് മറ്റാരുമല്ല, അതാ ആ മഹദിയെ സ്വീകരിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള മഹാൻ സ്വലാഹുദ്ദീൻ അൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അവര് പിന്നെ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യയാണ് റളിയല്ലാഹു അൻഹ. രാത്രി ദേഷ്യപ്പെട്ട് എഴുന്നേറ്റതേ കാതില കാണാനില്ല എന്ന് പറഞ്ഞിട്ടല്ല, മാല പോയല്ലോ എന്ന് പറഞ്ഞിട്ടല്ല. എന്താണ്? എനിക്കിന്ന് രാത്രി നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.